ാണ് നേരത്തെ മല കയറി വന്നപ്പോൾ പരിചയപ്പെട്ട രാമെന്ന് പറയുന്ന കൊടൈക്കനാൽ സ്വദേശിയായ അണ്ണനെ കണ്ടത്. 18ാം പടി ചവിട്ടി സന്നിധാനത്ത് കയറി അയ്യപ്പനെ തൊഴുതിറങ്ങിയിട്ട് നിൽക്കുകയാണ് അണ്ണൻ. കാണിക്കയിടാനും അയ്യപ്പനെ ഒന്നുകൂടെ കയറി തൊഴുവാനായിട്ട് അണ്ണൻ വീണ്ടും സന്നിധാനത്തിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇരുമുടിക്കെട്ടില്ലാതെ സന്നിധാനത്ത് കയറാൻ പറ്റുന്ന മറ്റൊരു വഴിയിലൂടെയാണ് അണ്ണൻ പോകുന്നത്. അണ്ണനോടൊപ്പം ഞാനും അയ്യപ്പനെ കണ്ട് തൊഴാനായിട്ട് സന്നിധാനത്തിലോട്ട് നടന്നു. ഇതിനു മുമ്പ് അയ്യപ്പനെ കാണാൻ പലതവണ ശബരിമലയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും തിക്കിലും തിരക്കിൽപ്പെട്ട് നല്ലതുപോലെ തൊഴാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു. ഇന്നാണ് വളരെ അടുത്ത് നിന്ന് തിരക്കൊന്നുമില്ലാതെ സമാധാനത്തോടെ നല്ലതുപോലെ കണ്ട് തൊഴുതിറങ്ങാൻ പറ്റിയത്. സന്നിധാനത്ത് തന്നെ നമ്മുടെ സുഹൃത്തുക്കളായ ഗോകുലും രഞ്ജിത്തും അനന്തൂനെയും കണ്ടു. നമ്മുടെ ആനയുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് നമ്മുടെ യാത്രയിൽ പങ്കുചേർന്നവരാണ്. സന്നിധാനത്തിന് അടുത്ത് ഞാൻ ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്താണ് ഇവരിവിടെ നിന്ന് താമസിക്കുന്നത്. 3 പേർക്കും കൂടി 650 രൂപയാണ് റൂമിന് വാടകയായിട്ട് വന്നത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും 1300 രൂപ അടയ്ക്കേണ്ടി വരും. റൂം വെക്കേറ്റ് ചെയ്ത് ആ സ്ലിപ്പ് തിരിച്ചു കാണിച്ചാൽ 15 ദിവസത്തിനകത്ത് ബാക്കി 650 രൂപ റീഫണ്ട് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ താമസിച്ച റൂമിൽ വാഷ്റൂം സൗകര്യമുണ്ട്. കിടക്കാനായിട്ട് കട്ടിലുണ്ടായിരുന്നില്ല. പകരം പായും തലയണയുമാണ് കിട്ടുന്നത്. ഈ പായും തലയണയും കിട്ടണമെങ്കിൽ ഒരാൾക്ക് 40 രൂപ വെച്ച് 3 പേർക്ക് 120 രൂപയും കൂടി കൊടുക്കേണ്ടി വന്നു.